ടു അവർ ചാനൽ. നിങ്ങൾക്ക് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിലെ ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 2 ആഴ്ച വെക്കേഷൻ ആയിരുന്നു. അതിനാലായിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം ഇനി തൊട്ട് എല്ലാ ദിവസവും നമ്മളുടെ ചാനലിൽ ഈ വീഡിയോസ് ഉണ്ടാകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മുടെ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വേക്കൻസീസും ഞാൻ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വേണം ഈ വേക്കൻസീസിനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട്. ഒരിക്കലും ഒരാളും നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ജോലി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കാമാണ്. ഒരിക്കലും അതിൽ നിങ്ങൾ ഇൻവോൾവ് ആകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പൈസ അവിടെ പോകും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വേണം ഈ വേക്കൻസീസിനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആദ്യത്തെ വേക്കൻസി, ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വേക്കൻസി ഒന്ന് നോക്കാം. ഇവിടെ ഇഗ്നൈറ്റ് സ്കൂൾസ്, UAEയിലുള്ള ഇഗ്നൈറ്റ് സ്കൂൾസിലാണ് ആദ്യത്തെ വേക്കൻസി ഉള്ളത്. ഇവിടെ 2025-26 അധ്യയന വർഷത്തേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ, സയൻസ് ടീച്ചർ, അങ്ങനെ കുറെ ഏറെ ഒഴിവുകളുണ്ട്. അപ്പം ഇതിനെല്ലാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുകൂടാതെ BEdും ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ജോബ് പൊസിഷൻസിന് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും careers@igniteschool.ae എന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷന് CV അയക്കുമ്പോൾ നിങ്ങൾ ഇമെയിൽ തയ്യാറാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ ജോബ് പൊസിഷന് അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും നിങ്ങൾ അപ്ലൈ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ ഇന്റർവ്യൂ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനിയും അടുത്തത് 2ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. 2ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദിയാർ പ്രൈവറ്റ് അക്കാഡമിയിലേക്കാണ്. ഇത് ഫുജേറയിലും ദിബയിലുമാണുള്ളത്. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് എലമെന്ററി ഹോം റൂം ടീച്ചറിന്റെയാണ്. ഇത് ഇമീഡിയറ്റ് സ്റ്റാർട്ടാണ്. ഇമീഡിയറ്റ്ലി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു വേക്കൻസിയാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ BA ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ ഓർ ഈക്വലന്റ്, പിന്നെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ ഓർ അക്കാഡമിക് IELTS 7. അതായത് പല സ്കൂളുകളും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെ പ്രിഫർ ചെയ്യാറുണ്ട്. ഇനി അവരില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ IELTS സ്കോർ അക്കാഡമിക് മൊഡ്യൂളിൽ ഓവറോൾ 7 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് UAE അല്ലെങ്കിൽ GCC എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതൊരു പ്ലസ് ആണ്. ബട്ട് നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് IELTS സ്കോർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയക്കുക. അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 3ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബേക്കൺ ഹൗസ് സ്കൂളിലേക്കാണ്. ഇത് അലൈനിലാണ്, അബുദാബിയിലെ അലൈനിലാണ് ഈ വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസിന്റെ ഫസ്റ്റ് വേക്കൻസി അലൈനിലും സെക്കൻഡ് വേക്കൻസി എന്ന് പറയുന്നത് ഷാർജയിലുമാണ്. അപ്പം ഈ 2 ജോബ് പൊസിഷൻസിന് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് ഇവരുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ എലിജിബിലിറ്റി നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ CV അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
നാലാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ ജംഷന്റെ ന്യൂ മില്ലേനിയം സ്കൂളിലേക്കുള്ള ടീച്ചിങ് വേക്കൻസിയാണ്. ഇത് ഏപ്രിൽ 2025 ലേക്കാണ് ഈ വേക്കൻസീസിന് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെയും ഡാൻസ് ടീച്ചറിന്റെയും, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഡാൻസ് ടീച്ചർ. പല വീഡിയോസ് കാണുമ്പോഴും ഇങ്ങനെയുള്ള സബ്ജക്ട് ടീച്ചേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഡാൻസ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വേക്കൻസീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മിഡിൽ സ്കൂൾ ടീച്ചർ, മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ 6 to 8 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ്. ഇവർക്ക് ഇപ്പം ഫിസിക്സ് സ്പെഷ്യലൈസേഷൻ ഉള്ള സയൻസ് ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട്. പിന്നെ അറബിക് ടീച്ചർ, അറബിക് സബ്ജക്റ്റിൽ ഗ്രാജുവേഷനും ടീച്ചിങ് ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, സൈക്കോളജി ടീച്ചർ, മാത്സ് ടീച്ചർ, ഈ പല വേക്കൻസീസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് hr_nms@gems.edu.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇമെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ CV മാത്രം ഇമെയിൽ ചെയ്യരുത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കി നിങ്ങളുടെ CV ഒക്കെ അറ്റാച്ച് ചെയ്ത് കൃത്യമായ രീതിയിൽ വേണം ഇത് അയക്കാനായിട്ട്. അപ്പം അയക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് വേക്കൻസി വീഡിയോസ് കാണുക. അതിൽ കൃത്യമായിട്ട് ഇമെയിൽ വഴി എങ്ങനെയാണ് CV അയക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. പിന്നെ അതിൻ്റെ കൂടെ BEdഉം. ഇവിടെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ അതുകൂടാതെ 2 വർഷത്തെ CBSE അല്ലെങ്കിൽ IGCSE എക്സ്പീരിയൻസ് ഉണ്ടാകണം. UAE എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പ്രിഫറൻസ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റെസ്യൂമെയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക. അടുത്തത് 5ാമത്തെ ജോബ് വേക്കൻസിയാണ്. 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലം പാർക്ക് സ്കൂൾ ദുബായിലാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് വേക്കൻസീസ് എന്ന് പറയുന്നത് ഇത് 2025-2026 അധ്യയന വർഷത്തേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലാംഗ്വേജ് എഡ്യൂക്കേറ്റേഴ്സിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ഹിന്ദി ടീച്ചേഴ്സിനെ ഇവിടെ ആവശ്യമുണ്ട്. ഫ്രഞ്ച് ഉള്ളവർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷെ ഹിന്ദി ടീച്ചേഴ്സ് പലരും നമ്മളുടെ പല വീഡിയോസിനും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദി ടീച്ചിങ് വേക്കൻസീസ് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് ഗ്രാജുവേഷനും BEdഉം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുന്നവർക്ക് UAE ജോബ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ബട്ട് നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് UAE എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും UAE എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ CV careers@woodlamdubai.ae എന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ ഇമെയിൽ അയക്കുക. കൃത്യമായിട്ട് ഇമെയിൽ അയക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനിയും ഇതിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സബ്ജക്ട് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അവർ കോൺടാക്ട് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവർക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയുള്ളൂ. ഇനി അടുത്തത് 6ാമത്തെ ജോബ് വേക്കൻസിയാണ്. ഇതും വുഡ്ലം പാർക്ക് സ്കൂൾസിലേക്കാണ്. ഇത് ഖുസൈസിലേക്കുള്ളതാണ്. അപ്പൊ ഇവിടെ ആവശ്യമായിട്ടുള്ള വേക്കൻസി, അതായത് ദുബായിലാണിത്, കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ, ആർട്ട് ടീച്ചർ, ഇംഗ്ലീഷ് സബ്ജക്ട് കോർഡിനേറ്റർ, ഇവരെയൊക്കെയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സബ്ജക്റ്റുകളിൽ സ്പെഷ്യലൈസേഷനും ടീച്ചിങ് ഡിഗ്രിയും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് careers@woodlamdubai.ae എന്ന ഇമെയിലിലേക്ക് ഇമെയിൽ ചെയ്യുക. സബ്ജക്ട് ലൈനിൽ നിങ്ങളുടെ പേര്, ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ, ഏത് പൊസിഷനിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത്, ഏത് പൊസിഷനിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കണം. അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 7ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ഇതൊരു റിക്രൂട്ട്മെന്റ് ഫെയർ ആണ്. ടാലിം ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ഫെയർ ആണ്. ഇത് ദുബായിൽ വെച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് ഫെയർ നടക്കുന്നത്. അപ്പം ഇതിനകത്ത് സ്കൂളുകളിൽ കുറേ വേക്കൻസീസ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി പൊസിഷൻസിലേക്കൊക്കെ കുറേ വേക്കൻസീസ് ഉണ്ട്. ഇത് US, UK, IB കരിക്കുലത്തിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ഇൻവൈറ്റ് ഓൺലി ഇവന്റ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഈ പൊസിഷൻ
പൊസിഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ CV ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ റിക്രൂട്ടേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾ 25-ാം തീയതി ദുബായിൽ ഇത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്യേണ്ടതുമാണ്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേക്കൻസിയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ലിൻസ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്കാണ്. ഇവിടെ ഇപ്പം ആവശ്യമായിട്ടുള്ളത് മാത്സ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ടീച്ചർ, ഫ്രഞ്ച് ടീച്ചർ. ആദ്യത്തെ 2 ടീച്ചിങ് പൊസിഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫ്രഞ്ച് ടീച്ചേഴ്സ് നാട്ടിലുണ്ടായെങ്കിൽ നിങ്ങൾ ഫ്രഞ്ചിൽ ഗ്രാജുവേഷനും പിന്നെ ടീച്ചിങ് ക്വാളിഫിക്കേഷനും ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ ഓരോ വീഡിയോയുടെയും ഓരോ ജോബ് വേക്കൻസികളുടെയും കൂടി ഇത് കൃത്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പല HR-മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും CV അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ CV മാത്രം അയക്കും. പലരും കവർ ലെറ്ററോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വെക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഇമെയിലുകളൊക്കെ റിജക്ട് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഈ കാര്യങ്ങൾ ഓരോ ജോബ് വേക്കൻസി വരുമ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.